ഞാൻ നിങ്ങൾ മൂന്നാളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ പാട്ട് പാടുന്ന ആൾക്കാർക്ക് നമ്മുടെ ടോപ്പ് സിംഗറിൽ കുറെ പാട്ടുകാരില്ലേ ഉള്ളത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ? ടോപ്പ് ബാൻഡ് വേണം. അത് വേണം. നല്ല മ്യൂസിക് വേണം. ആര്യക്കുട്ടി വേണം. പെർഫോമൻസ് വേണം. ഓക്കെ, പെർഫോമൻസ് വേണം. ലിറിക്സ് വേണം. നല്ല ലിറിക്സ് വേണം. അതെ, കറക്റ്റ് പിച്ചായിരിക്കണം. അതെ. പിന്നെ അതുപോലെ തന്നെ നല്ല ഭാവം വേണം. അതൊക്കെ വേണം. പക്ഷെ പെർഫെക്റ്റ് പിച്ചാണ് മെയിൻ പാട്ടുകാർക്ക്. നമ്മളെപ്പോഴും പറയാറില്ലേ പിച്ച്. ശ്രുതി അമ്മ. അതെ. ലയം അച്ഛൻ. അതുപോലെ മകളുടെ പേര് സംഗീതം. സംഗീതം. അതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഉണ്ടല്ലോ, പാട്ടുകാർക്ക് പെർഫെക്റ്റ് പിച്ച് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ പോലുള്ള സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് ന്യൂജൻ ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ ഒരു പെർഫെക്റ്റ് പിച്ച് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ട്രാക്ക് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ SLBS മാർക്ക് ലാൻഡ്സിലെ കുറച്ച് സ്റ്റാഫുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവര് വെറും സ്റ്റാഫുകൾ മാത്രമല്ല കേട്ടോ, കുറെ കലാകാരന്മാർ ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഇത് പാട്ടിലെ പിച്ചും ക്രിക്കറ്റിലെ പിച്ചും അല്ല. ആ പിച്ചല്ല, പറഞ്ഞു കേട്ടോ. അതെ. അപ്പൊ MJ നമുക്ക് എല്ലാരും ഒന്ന് വെൽക്കം ചെയ്യാം അല്ലേ? വെൽക്കം കേട്ടോ എല്ലാവർക്കും ടോപ്പ് സിംഗറിലേക്ക്. ആ കറുത്ത ഷർട്ടിയുടെ ചേട്ടനെ കണ്ടിട്ട് നന്നായി പാട്ട് പാടുന്നു തോന്നുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ? ചേട്ടൻ എന്തായാലും തെളിയിച്ചു കൊടുക്കണം ഇത് പാടി. എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ല? പുറകിലേക്ക് ചേട്ടാ ഒന്ന് കൈവൊക്കെ ചേട്ടാ. പാടുന്ന ചേട്ടനാണെന്ന് തോന്നുന്നു. ചേട്ടാ ഒരു പാട്ട് പാടുവോ? ചേട്ടാ ശരിക്കും പാടുവോ? പാടും. ഒരു 2 വരി പാടിത്തരുവോ? പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുര കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ? മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോയി, മൺവാസന ഇന്നെൻ നെഞ്ചിൽ പോ. പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുര കനവായി മാറിപ്പോയി. ശബ്ദമൊക്കെ അടിപൊളിയാണല്ലോ. ചേട്ടന്റെ പേര് പറയാ. ശരത് എന്നാണ്. ശരത് ചേട്ടൻ. കണ്ട ഇപ്പൊ മനസ്സിലായില്ലേ? SLBS ആൾക്കാർ വെറും സ്റ്റാഫ് മാത്രല്ല, കലാഹൃദയം അപ്പൊ യഥാർത്ഥത്തിൽ ഇതെന്താണ് SLBS മാർക്ക് ലാൻഡ്സ് എന്ന് പറയുന്നത്? നമുക്ക് ഇവരുടെ തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലെ, ഡീറ്റെയിൽഡ് ആയിട്ട്. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫ്ലോറിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിൽ SLBSന്റെ സ്റ്റാഫ്സ് വി ആർ എക്സ്ട്രീംലി പ്രൗഡ്. സോ സാറ് ചോദിച്ച പോലെ SLBS എന്ന് പറയുന്ന ഒരു സ്ഥാപനം ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ, ഐ മീൻ വിത്തിൻ 8 months ഓർ 10 months നമുക്കൊരു ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയോടുകൂടി അനുയോജ്യമായിട്ടുള്ള ഒരു ജോലിയിലേക്ക് നമുക്ക് കുട്ടികളെ കൈപ്പിടിച്ച് എത്താൻ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ്. ബേസിക്കലി നമ്മളൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പോൾ +2ൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ കുറച്ച് കുട്ടികളുടെയൊക്കെ ഒന്ന് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവും, ചിലർ നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു ജോലിയിലേക്ക് കയറാനായിട്ട് അവർക്ക് സാധിക്കും. മാത്രമല്ല കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ നമുക്ക് ഏകദേശം 12,000 കുട്ടികളെ നമുക്ക് ഈ പറയുന്ന ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കൽ മേഖലകളിൽ നമുക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, അതിന് നമ്മളെ സഹായിക്കുന്നത് ഇത്രയും നാളത്തെ ഇൻഡസ്ട്രിയൽ പരിചയം, അതായത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വേക്കൻസീസ് വഴി നമുക്ക് നമ്മുടെ അവിടെ ജോയിൻ ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും 100% കുട്ടികൾക്കും ജോലി എന്ന ഒരു ഡ്രീമിലേക്ക് നമുക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അതാണ് SLBS. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 5-8 കൊല്ലം
കഴിഞ്ഞാലേ ജോലിയൊക്കെ കിട്ടുള്ളൂ. ഇന്നിപ്പോ +2 പഠിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ജോലിയാണല്ലേ? അതെ. എന്തുകൊണ്ടാണ് ഇപ്പോൾ SLBS പ്രിഫർ ചെയ്യുന്നത് സ്റ്റുഡൻസ്? മെയിനായിട്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് അതൊരു കുടുംബത്തിന്റെ സ്വപ്നമാണ് അല്ലെ, ഒരു പ്രതീക്ഷയാണ്. ഒരു ജോലി എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്വാളിറ്റി എന്നുള്ളതിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രി തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൾട്ടീസിനെ വെച്ചിട്ടും അതുപോലെ തന്നെ ഇന്റർനാഷണൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻസും പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണെങ്കിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റുഡൻറ് പഠിച്ചിറങ്ങി ജോബ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊരു ബെറ്റർ കരിയർ ആണ് അവർക്ക് മുന്നോട്ട് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ ജോലി ഉറപ്പാക്കുക എന്നുള്ളത് SLBS ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കരിയർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ്. സ്കിൽ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ കേൾക്കാത്തൊരു കാര്യമാണ്. എല്ലാവരും പഠിക്കുന്നുണ്ട്, പല കോഴ്സുകൾ പഠിക്കുന്നുണ്ട്, വലിയ വലിയ കോഴ്സുകളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ സ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ അത് ചെറുതല്ല, വലുതാണ്. മാത്രമല്ല സ്കിൽ ഡെവലപ്മെന്റ് മാത്രമല്ല, അവർക്ക് പ്രോപ്പർ പ്ലേസ്മെന്റും കൂടെ കൊടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നുണ്ട്. SLBSന് എന്ത് ചേഞ്ചസ് ആണ് ഇപ്പോഴത്തെ സ്റ്റുഡൻസിൽ കൊണ്ടുവരാൻ പറ്റുന്നത്? അതായത് നമുക്കിപ്പം മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവരുടെ സ്കിൽ സെറ്റ് കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ആണ്. അപ്പം അതിലേക്കാണ് മെയിൻലി നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് മാത്രമല്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കരിയർ സ്പെഷ്യലൈസേഷൻ വിത്ത് ഹയർ പാക്കേജ് ആണ്. അതായത് നല്ലൊരു സാലറിയോട് കൂടിയിട്ട് ഒരു ടോപ്പ് കമ്പനീസിലേക്ക് അവർക്ക് ഒരു ജോബ് കാര്യങ്ങളായിട്ട് നമുക്ക് സെറ്റിൽ ആവാന്നുള്ളതാണ്. അപ്പം അതിലേക്കാണ് SLBS ആക്ച്വലി സ്റ്റുഡൻസിന് സ്പെഷ്യൽ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്ത് അവർ ഡെവലപ്പ് ചെയ്തെടുക്കും. ഓക്കെ, ഒരു ഡൗട്ടും കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ ഓൾറെഡി SLBS എറണാകുളത്തുണ്ട്, നമുക്കൊക്കെ അറിയാം. വേറെ എവിടേക്കാ ബ്രാഞ്ചസ് ഉള്ളത്? നമുക്ക് SLBS വരുന്നത് കൊച്ചിയിൽ പാലാരിവട്ടത്താണ് നമുക്ക് ഹെഡ് ഓഫീസ് വരുന്നത്. പിന്നെ വൈറ്റില എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്യാമ്പസ് വരുന്നത്. പിന്നെ റീസെന്റ് നമുക്ക് ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട്, അതിപ്പോ നമുക്ക് കാലിക്കറ്റ് ആണ്. പിന്നെ നമുക്ക് ഹൈബ്രിഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് സ്റ്റുഡൻസ് വരുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഓഫ്ലൈനായിട്ട് പറ്റണം എന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനായിട്ടും ഇവിടുന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എവിടെ ഇരുന്ന് വേണമെങ്കിൽ പഠിക്കാം, എവിടെ ഇരുന്ന് പഠിക്കാം. അതെ. അപ്പൊ എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. SLBSനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ടോപ്പ് സിംഗറിൽ വന്നതല്ലേ, അപ്പൊ ഇവിടുന്ന് കുറെ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് പോവാം അല്ലേ? ഒരു ഹൃദയമെടുപ്പ് കേൾക്കുന്നുണ്ടോ? ഹൃദയമെടുപ്പോ? കേൾക്കുന്നുണ്ട്. ഞാൻ ഇവരുടെയാന്നാ വിചാരിച്ചത്, നിങ്ങളുടെ അല്ലായിരുന്നോ? ഒരു പാട്ടുകാരിയുടെ ഒരു ഹൃദയമെടുപ്പ്. കേൾക്കുന്നുണ്ടോ? ആരാ അത്? കുറച്ച് ടെൻഷനാ. ഒരു ആൻഡ് പ്രൈസൺ ആണോ? ഒരു പ്രൈസൺ ആൻഡ് ജനീലിയാണോ? നോക്കിയാലോ? നമുക്ക് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ്. ഓ, ഹൃദയമെടുപ്പാണോ ഇട്ടോണ്ടിരിക്കുന്നത്? ഒരൊച്ച കേൾക്കുന്നുണ്ടോ? നീ തുള്ളത് കേൾക്കുന്നുണ്ടോ? അല്ലല്ലോ, നിന്റെ ഹൃദയമെടുപ്പാടാ. ഡിവറ്റാട്ടം പിടിച്ചോണ്ടിരിക്കുന്നത് എന്റെ ഹൃദയവും അതെ. ടെൻഷൻ ഉണ്ടോ? ഒരു സംശയം അവിടെ നിന്ന് കേൾക്കായിരുന്നു കേട്ടോ. ഈ ശബ്ദം അവിടെ നിന്ന് കേട്ടു തുടങ്ങിയതാ ഇങ്ങനെ അല്ലേ? സത്യമായിട്ടും ഒരു സംശയം. വളരെ സ്ലോ ആ. ഇങ്ങനെ അടിക്കണല്ലേ? എപ്പോഴും ഒരു അൺസ്ട്രെസ്ഡ് ഒരു മൈൻഡിന് മാത്രമേ സ്റ്റേബിൾ നോട്ട് ഉണ്ടാക്കാൻ പറ്റൂ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പൊ ആ പാത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ആദ്യം ഒരു നല്ല ഡീപ് ബ്രത്ത് എടുത്തിട്ട് അത്ര മതി. പിന്നെ തിരിച്ച് താഴത്തേക്ക് വരാൻ ഇപ്പൊ ഓക്കെ അല്ലേ? ഇനി പാട്ടിന്റെ കാര്യം പറയൂ. ചെമ്മാന പൂമച്ചിൻ കീഴേ, അതാ പാട്ട്. ആ ചെമ്മാന പൂമച്ചിൻ കീഴേ എന്ത് സംഭവിച്ചു? കേട്ടോ? ഇതൊക്കെ മറന്നുപോയാ? ഒരു കിളി പോയ പ്രതീതി ഉണ്ടല്ലോ. പൂമച്ചിൻ മേലെ ഉണ്ട്. പിന്നെ ഓഹോ ഉണ്ട്. ജനീലിയ പഠിക്കുന്നല്ലേ നല്ലത് അല്ലേ? സിനിമ ജോണി വാക്കർ, വർഷം 1992, മ്യൂസിക് SP വെങ്കടേഷ് സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയത് ജാനകി അമ്മ. ഇന്ന് പാട്ട് കാണാൻ നമുക്ക് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ SLBS മാർക്ക് ലെൻസ് നമ്മൾ എപ്പോഴും കാണാറില്ല ഇവിടെ. അതിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഇത്. ഓക്കെ, പാട്ട് പാടാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നൈസ് 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 നൈസ്. ജെനി, എന്ത്? ആഹാ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഈ വോയിസ് ടെക്സ്ചർ എന്ന് പറയുന്നത് അത് നമ്മുടെ ഇമോഷണൽ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് പറയാം. നന്നായിരുന്നു. താങ്ക് യു സർ. ഈവൻ ദോ ചില സമയത്ത് ആ സംഗതികളുടെ ഇടയിൽ അത് മതിമറന്ന് മൈക്ക് മേളിലോട്ടും താഴോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും വോയിസ് ടെക്സ്ചർ പല രീതിയിൽ പല സ്ഥലത്ത് സൗണ്ട് ചെയ്തിട്ടുണ്ടേ. പക്ഷെ എന്നാലും നന്നായിരുന്നു എന്നുള്ളത്. അതെങ്ങനെ എങ്ങനെയോ അത് സംഭവിച്ചു. അത് ഈ പാട്ടാണ്, ഈ പാട്ടിനത് ഉഗ്രനാണ്. താങ്ക് യു സർ. അതാണ്, അത് നന്നായി. അപ്പൊ ജനിക്ക് പറ്റിയ ഒരു പാട്ടായിരുന്നു ഏറ്റെടുത്തത് കേട്ടോ. താങ്ക് യു സർ. പിന്നെ പലപ്പോഴും ഒരു പാട്ടില് സിംഗിങ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത് അത് കോൺവെർസേഷണൽ ആവുമ്പോൾ അവിടെ നിന്ന് എന്നോട് സംസാരിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു, അവരോട് സംസാരിക്കുന്നു. അത് സംസാരിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുകയാണെങ്കിൽ then you have won. അപ്പൊ മാത്രമാണ് പാട്ടുകാരിക്ക് ജയമുള്ളത്. അത് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് കുറേ ഇടങ്ങളിൽ. താങ്ക് യു സർ. ഈ പാട്ടിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? പെട്ടെന്ന് ബ്ലാങ്ക് ആയി. വന്നപ്പോ മുതലേ ബ്ലാങ്ക് ആണല്ലോ. ഏത് പാട്ടാന്ന് ചോദിച്ചപ്പോ തന്നെ ബ്ലാങ്ക് ആയിരുന്നല്ലോ. ആ ഫസ്റ്റ് ബീജിയം വരെ ഭയങ്കര സന്തോഷത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എല്ലാം കൂടെ സംഭവിച്ചത്. പെട്ടെന്ന് സ്റ്റാർട്ടിങ് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ മോൻ നോക്കിയപ്പോഴത്തേക്കും എന്തോ സംഭവിക്കുന്ന പോലെ അങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഒരു ടെൻഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു അൺസ്ട്രെസ്ഡ് മൈൻഡിന് മാത്രമേ ഒരു സ്റ്റേബിൾ നോട്ടിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രെസ്ഡ് ആയി പോയാണ്ട് ബ്ലാങ്ക് ആയി പോയി. എല്ലാവരും ബ്ലാങ്ക് ആവും കേട്ടോ. ഞാനൊക്കെ ഈ സ്റ്റേജിൽ എത്ര പ്രാവശ്യം ബ്ലാങ്ക് ആയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എത്ര സ്റ്റേജിൽ നിന്ന് ഓടാ എന്ന് പറഞ്ഞ് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നും എനിക്ക് ഓർമ്മയില്ല. ദേവരായ മാസ്റ്റർക്ക് എത്രയോ പ്രാവശ്യം എന്നെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതുപോലെ ബ്ലാങ്ക് ആയതുകൊണ്ട്. അപ്പൊ ബ്ലാങ്ക് ആവുന്ന ഒരു തെറ്റല്ല എന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് തന്നെ. പക്ഷെ നമ്മൾ പെട്ടെന്ന് അത് പിടിച്ച് അതിലോട്ട് കെയർ ചെയ്ത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചരണമാണ് ആദ്യത്തെ ചരണമായിട്ട് പാടിയത്. ആദ്യത്തെ ചരണം പിന്നെ രണ്ടാമത്തെ ചരണമായി അവതരിക്കപ്പെട്ടു. അത് കൊള്ളാം, അവിടെ രക്ഷപ്പെട്ടു പോയി. പക്ഷെ എന്നാലും പൂച്ച ഇങ്ങനെ വീഴുന്ന ഒരു ഫീല് ഉണ്ടായിരുന്നു. ഇല്ലേ. അപ്പൊ പാട്ടിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കുറച്ച് കുഴപ്പങ്ങൾ പറ്റി. അത് സാരില്ല, ടിക്കറ്റ് ഈസി പോളിസി. പക്ഷെ ഇനി രണ്ടാമത് അത് വരരുത്. പിന്നെ അവസാനം ഓ ചെമ്മാന എടുത്തില്ലേ, ആ സംഗതി എടുത്തില്ലേ, അതെങ്ങനെയാണ് അത് ശ്രുതിയിൽ അവിടെ എത്തിക്കണ്ടേ? അത് ലേബറിയാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി, ആ സംഗതി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നില്ലേ? കഷ്ടപ്പാടാണോ? അത്രയും കഷ്ടപ്പെടാൻ പാടില്ല, ഇഷ്ടപ്പെട്ട് പാടണം. അപ്പൊ ഇഷ്ടപ്പെടുത്തി ഒന്ന് പഠിക്കുക. ഇപ്പൊ എങ്ങനെയാണ്? ബെറ്റർ ആണോ? എത്ര ബെറ്റർ ആണ്? കുറച്ചും കൂടെ അല്ലേ? പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ആവണ്ടേ? അപ്പൊ അതിനു വേണ്ടി ട്രൈ ചെയ്യാം. പലയിടങ്ങളിലും ഇതുപോലെ മേളിലുള്ള ആ നോട്ടുണ്ടല്ലോ, അത് കറക്റ്റ് ശ്രദ്ധിച്ചേരണം. അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. നോട്ട് ടച്ച് ചെയ്യണം. ആ കറക്റ്റ് ടച്ച് ആണ്. ബ്ലാങ്ക് ആണ് അല്ല, ഇങ്ങനെ ഫ്രീ ആയിട്ട് അതല്ലേ പറഞ്ഞു. അവളുടെ മനസ്സിലുണ്ട്, പക്ഷെ ഇന്നെന്തോ ഇന്നലെ ഉറങ്ങിയില്ലേ ശരിക്കും? എന്ത് പറ്റി? എന്ത് പറ്റി ജനീലിയ? എന്താ പറ്റിയ? ഇത്ര നേരം ചിരിച്ചോണ്ടിരുന്ന ആളാണല്ലോ. എന്താ ജനീലിയ? എന്താണ്? എന്താ പറഞ്ഞോ? പിടിക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. ആ ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. വാ. അവളെന്തോ കരയുമ്പോഴും പറയുന്നുണ്ട്, പക്ഷെ മനസ്സിലാവില്ല. ഒരു കൈ കൊടുക്കട്ടെ. ആ ഇങ്ങോട്ട് നിന്നാട്ടെ. ഹലോ. ചിരിയും കരച്ചിലും ഒരുമിച്ച് വരാം. മഴ പോലെയാണല്ലോ, മഴയും വെയിലും. ഇത് ജനലിയാണോ? ആ ജനലിയാണോ? ഈ ജനലിയ? ഷോ, എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ആ ജനലി ഒരിക്കലും കരയില്ലല്ലോ, ഭയങ്കര പോസിറ്റീവ് ആണല്ലോ. ഇന്ന് എന്ത് പറ്റി? പെട്ടെന്ന് ബ്ലാങ്ക് ആയപ്പോ ഞാനും ഇതായിപ്പോയി. സാരല്ല അല്ലാത്തപ്പോ പെട്ടെന്നൊരു സാരല്ല കേട്ടോ.
അതൊന്നും വിഷമിക്കണ്ടെന്നേ. അതെന്ത് വിഷമിക്കണ്ടേ? ഇതൊക്കെ ചീള് കേസാണ് ഇതൊക്കെ. ഇല്ല, നമുക്ക് എത്ര മൂമെന്റ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? എനിക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരാളാരാണ്? അപ്പൊ അത് വലിയ ഭാഗ്യല്ലേ? അപ്പൊ കൗണ്ട് ഓൺ യുവർ ബ്ലെസ്സിങ്സ് എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് കരച്ചിൽ വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതെല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കണം. നമ്മളിപ്പോ സംസാരിക്കുന്നതും ഞാനൊരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അത് എപ്പോഴും മനസ്സിൽ കാണണം. നമ്മുടെ ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അതിൽ സങ്കടമില്ല. അത് മാത്രമല്ല, മ്യൂസിക് അല്ലേ? മ്യൂസിക് ഇസ് ഓൾ അബൌട്ട് ഹാപ്പിനെസ് അല്ലേ? എല്ലാ സമയത്തും നമുക്ക് ഇങ്ങനെ ചിരിക്കാനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും നമ്മൾ സംഗീതമായിട്ട് തന്നെ മാറാനാണ് ഈ ഒരു വഴി ടോപ്പ് സിംഗർ ഫ്ലവേഴ്സ് സീസൺ 6 എന്ന് പറയുന്നത്. അപ്പൊ ആ രീതി തന്നെ വേണം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടേ, ഇനി മറക്കല്ലേ. മറന്നാ ഇടിയിട്ടേ കേട്ടാ. ഓക്കെ, എവിടെ പോട്ടെ. കരഞ്ഞുകൊണ്ട് വന്ന ജലീല ചിരിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. പെട്ടെന്ന് എല്ലാം വരുന്നത്. ഹേയ് ജനുകുട്ടി, എന്തിനാണ് കരഞ്ഞത്? പറ്റിപ്പോയി. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം ഞങ്ങള്. ഇതൊക്കെ എത്രയോ തവണ ഇവിടെ പ്രൂവ് ചെയ്ത ആളെ, എത്രയോ നല്ല പാട്ടുകൾ പാടി, എത്രയോ പെർഫെക്റ്റ് ആയിട്ട് പാടി, എത്രയോ 100s ഒക്കെ വാങ്ങിച്ച ആളാണ് ഈ നിന്ന് കരയണം. അല്ല ഇപ്പൊ കരയണില്ലെങ്കിലും അതൊക്കെ വല്ലപ്പോഴും സംഭവിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇനിയും ചിലപ്പോ എനിക്കും വേണമെങ്കിൽ ഇനിയും സംഭവിക്കാം. ബ്ലാങ്ക് ആയി പോവാം ചിലപ്പോ. പറയാൻ പറ്റില്ല. അതെ, ഞാൻ നേരത്തെ ഇന്നലെ ഉറക്കമൊക്കെ ശരിയായിരുന്നില്ലേ? നന്നായിട്ട് ഉറങ്ങിയില്ലേ? കൂടുതലായിട്ട് പോയി. കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്. അതൊക്കെ വിട്ടുകളാ. അപ്പൊ എന്തായാലും ഒട്ടും വിഷമിക്കണ്ട. ഞങ്ങൾക്കറിയാം ജലീല കുട്ടിയുടെ ടാലന്റ് എന്താണെന്ന്. പ്രേക്ഷകർക്കും അറിയാം. ഓക്കെ, ജനീലിയനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട്, ഒന്ന് ശാന്തമാക്കാനായിട്ട് ശാന്തമീ രാത്രിയിൽ ഒന്ന് പാടിക്കൊടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ഒരു കാര്യം ചെയ്യാം. ആരും കൂടി അങ്ങോട്ട് പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സമാധാനിപ്പിക്കാം. ശരി. ആർക്ക് കുറച്ചും കൂടി സമാധാനിപ്പിക്കാൻ പറ്റിയെങ്കിലോ? അത് ശരിയാ. കാരണം എന്താ അറിയോ, ജനീല കുട്ടിയുടെ ടാലന്റ് എന്ത് അടിപൊളിയാന്ന് ഓർക്കാനേ മാത്രമേ മധുചേട്ടൻ പറഞ്ഞുള്ളൂ. ഈ ഒരു ജേർണിയില് ജനീല കുട്ടി അറ്റൈൻ ചെയ്ത കുറെ സംഭവങ്ങളുണ്ട്. അത് അതിനേക്കാളും അടിപൊളിയാണ്. ടാലന്റിന്റെ അപ്പുറത്താണ് ആ ഹാർഡ് വർക്ക് വരുന്നത് കേട്ടോ. അതൊക്കെ കിടിലനാണ്. പിന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ വോയിസ്. വന്നപ്പോ പാടുന്ന പാട്ടാണ് ഇപ്പൊ പാടുന്നത്. വേറെ ലെവലല്ലേ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയി പാടുന്നുണ്ട് ജനീല കുട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യമായിട്ടും. എനിക്ക് ആ പല്ലവിയൊക്കെ പാടി ആ ഫസ്റ്റ് ആ ലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഉണ്ടായ ആ പവർഫുൾ ആയിട്ട് ആ സ്റ്റാർട്ട് ചെയ്തതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ജനീല കുട്ടി. ആദ്യം തന്നെ നല്ല ഉന്മേഷമാണ് മെയിൻ. അപ്പൊ ഇന്നൊരു ചെറുങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. കുഴപ്പമില്ല കേട്ടോ. രസമായി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ആകെ മൊത്തമുള്ള ആ ഒരു കൺഫ്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ മിടുക്കിയായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതെ, മധുവിന്റെ പാട്ട് കേൾക്കണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. മാർക്ക് അത് വേറൊന്നുമല്ല. ഇനി ഒരിക്കലും ഇവിടെ മാത്രമല്ല ഒരു വേദിയിലും ഇതുപോലെ സങ്കടപ്പെടില്ലെന്നും ഇങ്ങനെ കണ്ണുനീര് വരില്ല. കണ്ണുനീര് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ് ലൈഫിൽ. എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം വേണ്ട സ്ഥലത്ത് മാത്രമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. സന്തോഷം കൊണ്ട് കണ്ണു നിറയാം. എത്ര വേണമെങ്കിലും ഇഷ്ടം പോലെ. അങ്ങനെ ഒരു പ്രോമിസ് വേണം. പ്രോമിസ്. ഓക്കെ, അപ്പം അത് പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആ കൊച്ചിനെ സമാധാനിപ്പിക്കാം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കുമ്പിട് കുറുംകുഴൽ കൊട്, തപ്പിട് തകിൽപ്പുറം കൊട്, നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. കുറച്ച്
ഹാപ്പി അല്ലേ? ആ ഇനി മാർക്ക് കേൾക്കാം അല്ലേ? ജെന്നിലെ കുട്ടി എന്തോ സമാധാനമായോ? അപ്പൊ ഇന്നത്തെ മാർക്ക് പറയട്ടെ. ഇന്നത്തെ ജെന്നിലെ കുട്ടിയുടെ മാർക്ക് 96 ഔട്ട് ഓഫ് 100. താങ്ക് യു അത് പോരാ, അത് പോരാ 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 പോരാ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രോമിസ് ചെയ്തില്ലേ, ഞാനൊരു 0.25 കൂടെ കൂട്ടാം. അപ്പൊ 96.25 ഔട്ട് ഓഫ് 100. താങ്ക് യു ചേച്ചി. അല്ല പോരാ പോരെ? പോരാ. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും യാതൊരു കുഴപ്പമില്ലാതെ പൂച്ചയെപ്പോലെ 4 കാലും കുത്തി താഴെ വീണില്ലേ? എന്നിട്ട് മാനേജ് ചെയ്തില്ലേ, പാട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പൊ അതിനും കുറച്ച് സമാധാനത്തിനും വേണ്ടി ഒരു 0.25 കൂടി ഞാൻ ആഡ് ചെയ്തു. അപ്പൊ 96.5 ഔട്ട് ഓഫ് 100. ഇപ്പൊ വിഷമമൊക്കെ മാറിയില്ലേ? അപ്പൊ ഹാപ്പി ആയിട്ട് വാട്ടോ അടുത്ത പ്രാവശ്യം. ടാറ്റാ. MJ അങ്കിൾ, ഇനി വരാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ? ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് വരുന്നത്. എനിക്ക് മനസ്സിലായി. ആരാണ്? കുഞ്ഞാറ്റക്കിളി. യെസ്, നമ്മുടെ കുഞ്ഞാറ്റ കിളിയാണ്. ലെറ്റ്സ് വെൽക്കം സുഭദ്ര കുട്ടി ഓൺ സ്റ്റേജ്. കുറച്ച് എക്സ്ട്രാ ഹാപ്പി ആണല്ലോ ചേച്ചി. എന്താടാ? ഇന്ന് എന്റെ പാട്ട് കേൾക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഫാമിലിയാണ് വന്നേക്കുന്നത്. ആരാത്? MJ അങ്കിള് എന്നെ കൊണ്ട് സിനിമയിലൊരു പാട്ട് പഠിപ്പിച്ചു. ആ പാട്ടിന് ലിറിക്സും സിനിമയുടെ കഥ എഴുതിയ പ്രദീപ് ഷൺമുഖൻ അങ്കിളും അങ്കിളിന്റെ ഫാമിലിയുമാണ് വന്നേക്കുന്നത്. പ്രതിഭേ എന്റെ പ്രിയപ്പെട്ട അനിയനാണ്, അതെ, ഭയങ്കര മിടുക്കനാണ്. ഇത് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് പ്രദീപാണ്. ആ സിനിമയുടെ കഥയും അതിന്റെ സ്ക്രിപ്റ്റും വിഷ്ണുവിന്റെ കൂടെ ചേർന്ന് പ്രദീപാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു സംഭവമാണ്. അതെ, മാത്രമല്ല കുടുംബമായിട്ട് വന്നിരിക്കുന്നത്. 2 മുത്തു മക്കളുണ്ട്, ഭയങ്കര ടാലന്റഡ് ആണ്. വൈഫും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഹായ്. ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ നേരിട്ട് വന്നതിൽ കേൾക്കാൻ. ഞങ്ങക്ക് പറഞ്ഞുള്ള അറിവുണ്ട്. മാത്രമല്ല കുഞ്ഞാറ്റയുടെ പാട്ട് എഴുതിയിരിക്കുന്നത് അല്ലേ പ്രദീപാണ്. അത് അസാധ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലോട്ട് കയറുന്ന ലിറിക്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഉടനെ പ്രദീപ് പറഞ്ഞ ചില വരികളാണ് നമ്മളെ പാട്ടിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള മധുമാമനും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ തകർക്കുമല്ലേ? തീർച്ചയായിട്ടും ചേട്ടാ, പാട്ടെല്ലാം ഗംഭീരമാണ്. തകർക്കും. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെ പോകുന്നു? മേക്കിംഗ് ഏതാണ്ട് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഫസ്റ്റ് ആയിട്ട് പോകും. ഞാനും ഒരു പാട്ടിൽ അഭിനയിക്കുന്നുണ്ട്. അഭിനയിക്കുന്ന പറഞ്ഞാൽ പാടുക. ഞാനും നന്ദഗോവിന്ദ് ഭജൻ കണക്റ്റും ചേർന്ന് പാട്ട് പാടിയിട്ടുണ്ട്. കുഞ്ഞാറ്റൂസ് എന്തോ പാട്ടേതാ? ജലശയ്യയിൽ. കുഞ്ഞാറ്റയുടെ ശബ്ദത്തിന് മാച്ച് ആയിരിക്കുമല്ലോ ആ പാട്ട്. അപ്പൊ പാട്ടിന്റെ ജാതകം പറഞ്ഞേ. ഫിലിം, ലാപ്ടോപ്പ്, വർഷം 2008, മ്യൂസിക് ശ്രീവത്സൻ ജെ മേനോൻ സാർ, ലിറിക്സ് റഫീഖ് അഹമ്മദ് സാർ, പാടിയത് കല്യാണി മേനോനെ. ഓക്കെ, ശ്രീവത്സൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യനാണ്. ഒരു വളരെ നല്ല മനുഷ്യനാണ്. നമ്മുടെ ഒരു കഥ കൂടെ ഞാൻ പറയാം. അതായത് 1985 സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുന്നു. അവിടെ കർണാടക സംഗീതത്തിന്റെ മത്സരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ഉള്ളവനും അവിടെ ഉണ്ടായിരുന്നു. അവസാനം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200 പേരൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പൊ രാവിലെ തുടങ്ങിയ രാത്രി 1 മണി 2 മണിയാകുമ്പോഴാണ് ഇത് തീരുന്നത്. അത്രയധികം ആൾക്കാരാ പാടാൻ. ഓരോരുത്തരും 10 മിനിറ്റ് വീതം പാടുകയാണ്. അപ്പൊ അങ്ങനെ ഞാനത് തോടിയോ ഏതോ പാടി, ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ രാത്രിയൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെയാണ് മാത്രമാണ് ഇതിന്റെ റിസൾട്ട്സ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അപ്പൊ നമ്മൾ തൃശ്ശൂർ വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ കിടന്നുറങ്ങി. അപ്പോൾ എനിക്ക് ഒന്നും കിട്ടൂല എന്നുള്ള തോന്നലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇത്രയും പേര് പാടുകയല്ലേ. അപ്പോൾ രാവിലെ ആയപ്പോൾ ചുമ്മാ റിസൾട്ട് ഒന്ന് പോയി കേൾക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയപ്പോൾ അവിടെ അനൗൺസ് ചെയ്തു ഫസ്റ്റ് പ്രൈസ് 2 പേർക്കാണ്. ശങ്കരൻ നമ്പൂതിരി പിന്നെ ലാലു സുകുമാർ എന്ന് പറഞ്ഞു. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ശ്രീവത്സൻ ജെ മേനോൻ ആൻഡ് M ജയചന്ദ്രൻ. അപ്പൊ അങ്ങനെ അത്രയും വർഷത്തെ ബന്ധമാണ് നമ്മൾ 4 പേര്. ഞാൻ പറഞ്ഞ ശങ്കരൻ. ഇപ്പൊ അടുത്തൊരു പോസ്റ്റ് കണ്ടല്ലോ, MJ അങ്കിളും സാറും കൂടി നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പാടിയിരുന്നു. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് പാടിയ ഒരു സംഭവമാണ്. നമ്മൾ ബഹ്റൈനിലും
നമ്മൾ ഇതുപോലൊരു കച്ചേരി നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് കോൺസേർട്ട് എന്നാണ് അതിന് പേരിട്ടെ. അപ്പോൾ ഇത്രയും പറയാൻ കാരണം ശ്രീവത്സന്റെ പാട്ടാവുമ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് ഡിയർ ആണ്. അപ്പൊ പഠിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. കുഞ്ഞാറ്റക്കിളി, നന്നായി പാടണേ. ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇലകല്ലേ നീ നെടുവീർപ്പു പോലും ആസസ്മിതമാം നിദ്രയെ തൊടല്ലേ ചിറകാർന്നു നീന്തുമാ സ്വപ്നങ്ങളിലെ മൗനവും ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇലകല്ലേ നീ. നെഞ്ചിലാനന്ദ നിർവൃതി വെണ്ണിലാവാഴിയാകവേ തളിരിളം ചുണ്ടിലാകെ ഞാൻ അമൃതമായി ചുരന്നു പോയി മിഴിയിൽ വരും നിലവിളിവൾ എരിയും സദാ മെഴുതിരിയായി ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇലകല്ലേ നീ. പൂക്കൾ മന്ദമായി ചിന്നിയോമനെ നോക്കവേ പുലരിവേലേറ്റു നിന്നു നീ ദലപുടം പോലെ മാറി ഞാൻ ഒരു നാൾ വൃഥാ നിഴലലയിൽ മറയാം ഇവൾ അതരികിലും ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇലകല്ലേ നീ നെടുവീർപ്പു പോലും ആസസ്മിതമാം നിദ്രയെ തൊടല്ലേ ചിറകാർന്നു നീന്തുമാ സ്വപ്നങ്ങളിലെ മൗനവും ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇലകല്ലേ നീ. വെരി നൈസ്, വെരി നൈസ്, സൂപ്പർ സൂപ്പർ. കുഞ്ഞാരു എന്തോ ഇങ്ങനെ ഒന്ന് ചോദിച്ചേ,
എന്ത്? മധുമാമ മധുമാമ ഒന്ന് പറയൂ. ചോദിക്കേ. മധുമാമ മധുമാമ ഓ, ഒന്ന് ഓ. പറയൂ. പറയാലോ. അതേപോലെ തന്നെ അതേ തിരിച്ചു പറയുന്നത്. അതെ അതേ പിച്ച് അതേ നോട്ട്. ആ കുഞ്ഞാറ്റെ എന്തോ കുഞ്ഞാറ്റെ എന്തോ പറയട്ടെ. കുഞ്ഞാറ്റക്കിളി, എന്തോ ഈ പാട്ട് എനിക്ക് വളരെ 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 ഇഷ്ടമുള്ള ഒരു പാട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാ. പ്രത്യേകിച്ച് അത് കല്യാണി ചേച്ചിയുടെ ആ ശബ്ദം, അതാണ് ശരിക്കും ഈ പാട്ടിന് ഏറ്റവും മാച്ചിങ്. അത് കറക്റ്റായിട്ടാണ് ശ്രീവത്സൻ ചേട്ടൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ പാട്ടിലുള്ള ആ ശബ്ദം വളരെ മാച്ചിങ് ആണ് കുഞ്ഞാറ്റയ്ക്ക്. പക്ഷേ ഇതിന്റെ പല സ്ഥലങ്ങളും ചെറിയ ചെറിയ മൈന്യൂട്ട് ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടേക്കാന്ന് ഞാൻ വിശദമായിട്ട് അവിടെ പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ശ്രുതി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് പല്ലവിയിൽ എനിക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നി. കുറച്ചും കൂടി എനിക്ക് ചില ആഹാ മൊമെന്റ്സ് ഉണ്ടായി അവിടെ ലാസ്റ്റ് പല്ലവിയിൽ. ഒരു മിനിറ്റ്, ശ്രീവത്സൻ ചേട്ടൻ വിളിക്കുന്നുണ്ട്. നമസ്കാരം ശ്രീവത്സൻ ചേട്ടാ. നമസ്കാരം. ഓക്കെ. ഇപ്പൊ ശ്രീവത്സൻ ചേട്ടന്റെ പാട്ട് ഇപ്പൊ ഇവിടെ കുഞ്ഞാറ്റ പാടി ഫ്ലവേഴ്സില്, ജലശയ്യയിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. അതെ. അപ്പൊ നന്നായിട്ട് പാടി. അപ്പൊ കമന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിലാണ് ശ്രീവത്സൻ ചേട്ടൻ വിളിച്ചത്. അതെ, ഞാൻ പാടുന്നതിന് മുമ്പാണ് വിളിച്ചത്. അതെ. ഇവിടെ എന്റെ അടുത്ത് കുട്ടൻ ചേട്ടനുണ്ട്. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം. ശ്രീ നമസ്കാരം. ഞാൻ നമ്മുടെ പഴയ 85 കാലഘട്ടത്തിലെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാട്ട് നമ്മൾ കേൾക്കും തോറും നമ്മൾ ഇഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് ഒരിക്കൽ നമ്മുടെ ഉള്ളിൽ കയറിയിരുന്ന ഒരിക്കലും തിരിച്ചു പോകാത്ത ഒരു പാട്ടാണല്ലോ. അപ്പൊ ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ശ്രീയായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം ഫോർ ദിസ് മ്യൂസിക്. താങ്ക് യു സോ മച്ച്. ഞാൻ മധുവിനോട് ഇതിന്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇപ്പൊ സംസാരിച്ചത് ഈ പാട്ട്. ഓക്കെ. അപ്പോ വോയിസ് അനുസരിച്ചാണെങ്കിൽ ഈ പാട്ട് നല്ല ചേർച്ച ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറച്ചും കൂടി ജീവൻ വരാനുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ അല്ലറ ചില്ലറ ശ്രുതി പ്രശ്നങ്ങള്. പിന്നെ വൃഥ ഒരു നാൾ വൃഥ നിഴലയിൽ, അവിടെ ട്യൂണല്ലേ? അപ്പൊ വൃഥ എന്നാണേ. ഇത് കുറച്ചും കൂടി നാള് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒന്നുകൂടി നന്നായിട്ട് അതുപോലെ തന്നെ പാടാൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ. യെസ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഈ പാട്ട് കുറച്ച് ഭാരം കൂടുതലായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ഇമോഷണൽ ഭാരമാണ് പറയണത്. അതെ, പാട്ടൊക്കെ ട്യൂണൊക്കെ കുഞ്ഞാറ്റ 500 പ്രാവശ്യം പാടില്ലേ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇമോഷണൽ ഭാരം എന്ന് പറഞ്ഞാൽ ഒരു അമ്മ മനസ്സോട് കൂടിയാണ് ഈ പാട്ട് പാടേണ്ടത്. യെസ്. അതുകൊണ്ടാണ് കല്യാണി ചേച്ചി പാടിയപ്പോഴത്തേക്ക് അത് അത്രയും ബ്യൂട്ടിഫുൾ ആയത്. ചിലപ്പോൾ അമ്മയ്ക്ക് നന്നായിട്ട് പാടാൻ പറ്റുമായിരിക്കും. ഈ കുഞ്ഞാറ്റെ വയറ്റി വെച്ചുകൊണ്ടിരുന്ന അമ്മയുണ്ടല്ലോ, ഇല്ലേ? അതാണ് പറയുന്നത്, ആ അമ്മയാണ് ഈ ഗർഭപാത്രത്തില്, ഈ ജലത്തിലല്ലേ കുഞ്ഞു കിടക്കുന്ന, അല്ലേ? ജലശയ്യയിൽ തളിരമ്പിളി എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞാണ്. അപ്പൊ കുളിരോളമേ, അവിടുത്തെ ആ ജലമുണ്ടല്ലോ, അത് കുളിരോളമേ ഇളകല്ലേ നീ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ അങ്ങനെ സംരക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അമ്മയുടെ ഒരു മനസ്സാണ് ഈ പാട്ടെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ നിദ്രയെ തൊടല്ലേ, കുഞ്ഞുറങ്ങൻ, ആ നിദ്രയെ തൊടല്ലേ. പിന്നെ ചിറകാർന്ന് നീന്തുമാ സ്വപ്നങ്ങളിലെ മൗനവും തൊടല്ലേ. അപ്പൊ വൃഥ എന്ന് പറഞ്ഞാൽ വെറുതെ, ഒരു കാര്യമില്ലാതെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ തൊട്ടില്ല എന്ന് പറഞ്ഞ് പാടണം. ശബ്ദം എത്ര നമ്മൾ കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാട്ടിന്. സരിഗ പദനി നിപരേഗ സരിഗ പദനി തരരേരര. തൊട്ടില്ല അങ്ങനെ പാടിക്കുക. യെസ്. Dance. Sing. ജലശയ്യയിൽ തളിരമ്പിളി കുളിരോളമേ ഇളകല്ലിനി നെടുവീർപ്പു പോലും ആസസ്മിത മാനിദ്രയെ തൊടല്ലേ.
തൊടല്ലേ എന്നല്ല പറഞ്ഞു. ഇപ്പൊ തൊടും എന്ന് തോന്നാൻ പാടില്ല. നമ്മൾ പാടുമ്പോ തൊടല്ലേ നെടുവീർപ്പു പോലും ആസസ്മിത മാനിദ്രയെ തൊടല്ലേ. സസ്മിത അതിന്റെ ആ സസ്മിത മായ അങ്ങനെ വരാൻ പറ്റില്ല. സസ്മിതമായ നിദ്ര അങ്ങനെ ഒന്നിച്ചു വരണം. സസ്മിതമാം ഒരു വാക്ക്. ഒരു നാൾ വൃഥാ നിഴലലയിൽ മറയാ ഇവൾ അതറികിലും ജലശയിൽ തളിരം വിളി. അങ്ങനെയാണ് ഇപ്പൊ പാടുന്ന രീതി. ഈ പാട്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ആ പാട്ടിന്റെ ഫ്ലേവർ വരും. അപ്പൊ അമ്മ മനസ്സും നമ്മുടെ കുഞ്ഞാറ്റ കുട്ടി മനസ്സിൽ നിന്ന് ഒരു അമ്മ മനസ്സും കൂടെ വരും. അതാണ് ടാലന്റ്. അത് കൊള്ളാം കേട്ടോ. പിന്നെ ആ ഇടയ്ക്കുള്ള ഹമ്മിങ് അതെന്തായിരുന്നു? ഇപ്പൊ ഓക്കെ തന്നെ. ഇപ്പൊ ഓക്കെ. ഇതുപോലെ അപ്പ പാടിയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത്രയും പോരെ ഇപ്പൊ? മതി. ഒന്ന് നിർത്തിയിട്ട് പോടേത്. കുഞ്ഞാറ്റക്കിളിയെ നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി കേട്ടോ. മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഇന്ന് മെയിൻ ആയിട്ട് തോന്നിയത് ആ ബ്രെത്താണ്. ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ MJ സാർ പറഞ്ഞല്ലോ, സസ്മിത മാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്വാസം വലിക്കുന്ന ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളേ ഉള്ളൂ കുഞ്ഞാറ്റക്കിളിയെ. ബാക്കിയൊക്കെ നല്ല രസമായിട്ട് പാടി കേട്ടോ. ഇതും MJ സാർ പറഞ്ഞു, മധുചേട്ടനും പറഞ്ഞു, ആ പാട്ടിന്റെ ഉള്ളിലേക്ക് ഒന്നും കൂടെ ഒന്ന് ഇറങ്ങി ചെന്ന് പാടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു എന്താ പറയാ, ആ ഒരു എലിമെന്റ്, ആ ഒരു ഫീല് കിട്ടും. അപ്പൊ അത് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ മുങ്ങാങ്കുഴിയിട്ടാണ്. അത്രേ ഉള്ളൂ കുഞ്ഞാറ്റക്കിളി കേട്ടോ. നന്നായി പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ സുഭദ്രക്കുട്ടിയുടെ മാർക്ക് 97 out of 100. ഹാപ്പി അല്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. കൂടെ വന്ന എല്ലാവർക്കും താങ്ക് യു കേട്ടോ ചേട്ടാ. സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു. ടാറ്റാ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. മധുങ്കൾ, ഓ ഈ അടുത്ത് തൃശ്ശൂർ പെരിഞ്ഞനത്തോട് ആ വഴി കൂടെ പോയായിരുന്നു. അപ്പൊ ആരെങ്കിലും കണ്ടായിരുന്നോ? കാണാൻ പറ്റിയില്ല. അങ്ങനെ പോയപ്പോ ആലോചിച്ചത് നമ്മുടെ അനുഷ്കയുടെ സ്ഥലമല്ലേ എന്ന് ഞാനിങ്ങനെ അനുഷ്കന്റെ ഒരു പോസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ടാവല്ലോ അവിടെ വരുന്ന അത് മധുങ്കൾ കണ്ടിരുന്നോ? പോസ്റ്റർ കണ്ടില്ല, പക്ഷെ സ്ഥലം പോയി. കാറിൽ പാസ് ചെയ്യായിരുന്നു. അപ്പൊ മധുങ്കളിന് തോന്നിയില്ലേ അനുഷ്ക കുട്ടിയുടെ പാട്ട് കേൾക്കണമെന്ന്? പിന്നെ തോന്നി. എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് ഈ ആഗ്രഹം ആ വഴിക്ക് പോയപ്പോ അനുഷ്ക അതെ അനുഷ്കയുടെ സ്ഥലമാണല്ലോ, കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു. ആ ആഗ്രഹം ഇപ്പൊ പൂവണിയാൻ പോവാണ്. അനുഷ്ക കുട്ടിയാണ് അടുത്തതായിട്ട് പാടാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം അനുഷ്ക ഓൺ സ്റ്റേജ്. ഇത് അമ്മ ഡിസൈൻ ചെയ്തതാണോ? അതെ അതെ അടിപൊളി. ഇത് രാജസ്ഥാനിലാണോ അതോ ബനാറസ് എന്നാണോ? ബനാറസ് ആണോ? ഈ ബനാറസി സിൽക്ക് സാരി അല്ലേ? അങ്ങനെ ഈ കാഞ്ചീപുരം എന്നൊക്കെ പറഞ്ഞ പോലെ അത് വേറൊരു വളരെ ബ്യൂട്ടിഫുൾ ചിക്കൻ കറി ഇഷ്ടം. ചിക്കൻ കറിയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ സാധനമൊന്നും അറിയില്ല. ഏത് പാട്ടാ ഇതിനെ പറ്റിയൊക്കെ വിദഗ്ധയായിട്ടുള്ള അനുഷ്ക ചാന്തോട്ടിലാണോ? ഓക്കെ. ബനാറസ് പാട്ടാണ്. ഈ ബനാറസി ഖരാനയുണ്ട്. ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഒരു മെയിൻ ഖരാനയാണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ സാബ്, ഷെഹനായി, അദ്ദേഹമൊക്കെ ആ ഖരാനയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ബനാറസ്. അപ്പൊ ബനാറസ് വളരെ പ്രത്യേകതയുള്ള ഒരു ഇടമാണ് അല്ലെ? പോണം കേട്ടോ ഒരിക്കൽ, എല്ലാവരും കൂടെ ചേർന്ന് പോണം, ബനാറസിൽ പോണം. ഓക്കെ. മ്യൂസിക് MJ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയത് ശ്രേയ ഘോഷാൽ മാം, മൂവി ബനാറസ്, ഇയർ 2009. പട്ടപ്പട്ടേന്ന് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. मुझे नैना लगाए मोर श्याम रसिया, मुझे नैना लगाए मोर श्याम रसिया, नैना लगाए मुझे, नैना लगाए मुझे, नैना लगाए मोर बिंदिया लगाए मुझे, नैना लगाए मोर श्याम रसिया, मुझे नैना. പ്രിയനൊരാൾ ഇന്നു വന്നുവോ എൻ്റെ ജാലകത്തിലെ രാത്രി മൈന
പാടുമോ പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ ചാന്തത്തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റ് ചിമ്മിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ ചാന്തത്തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ ജനന ജനന പായല ഭജന ജനന ജനന പായല ഭജന ജനന 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 സ്നേഹ സാന്ധ്യരാഗം സ്നേഹ സാന്ധ്യരാഗം കാവിൽ തുമ്പിലേ തേൻതിരഞ്ഞിതാ വരും ആദ്യരാത്രിയിൽ ഹിമശയ്യയിലെന്റെ ഇതൾ പെയ്തു വസന്തം പ്രണയശിശിരമൊരുകി മനസ്സിലൊഴുകും ആദ്യമായി ചാന്തത്തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റ് ചിമ്മിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ ചാന്തത്തൊട്ടില്ലേ പ്രിയനൊരാൾ ഇന്നു വന്നുവോ നൈസ് നൈസ് നൈസ്. അനുഷ്ക് എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന ഒരുപാട് ഭാഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ ചില ഭാഗങ്ങൾ അങ്ങനെ അങ്ങ് അവിടെയും ഇവിടെയും തൊടാതെയും തൊട്ടും തൊടാതെയും പോയ കുറച്ച് ഭാഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ നോക്കുമ്പം മിടുക്കിയായിട്ട് പാടി കേട്ടോ. എനിക്കൊന്ന് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു പാട്ടാണ് ഇല്ലേ? കുറച്ച് അനുഷ്കിന് കുറച്ച് ഹെവി ആണോ ഈ പാട്ട് എന്നായിരുന്നു നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊരു ഒരു ഒരു ഇത്തിരി ഒരു ഹെവിനെസ് കൂടിയ ഒരു പാട്ടാണോ എന്നൊരു ഡൗട്ട് ഇല്ലായകയില്ല. അപ്പൊ അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സെലക്ട് ചെയ്തത് അല്ല തന്ന പാട്ട തന്ന പാട്ടാണ്. യെസ്. അപ്പൊ ഇത് ശ്രേയ ചേച്ചി പാടിയ ബ്യൂട്ടിഫുൾ. എം ജെ സാറിന്റെ സംഗീതം എന്താ പറയാ, അത് അത്രയും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് കുറച്ച് ഹെവി ആയിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ചില പാട്ടുകൾ നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ചിലപ്പോൾ നമുക്കത് പാടിയാൽ ശരിയായി വരണമെന്നില്ല പലപ്പോഴും. എസ്പെഷ്യലി ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരിച്ചിരി ടഫായി മാറാം. അപ്പം അങ്ങനെ ഒരു ടഫ്നെസ് ഇന്ന് ഈ സോങ് സെലക്ഷന്റെ കാര്യത്തിൽ അനുഷ്കിന് പറ്റിയോ എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം. അതൊന്ന് ചേച്ചി ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഇടയ്ക്ക് നമ്മളിവിടെ ഓരോ ആൾക്കാർ ഓരോ കണ്ടസ്റ്റൻസ് പാട്ട് പാടാൻ വരുമല്ലോ. അപ്പൊ ഇങ്ങനെ കമന്റ്സ് പറയുന്നതിന്റെ ഇടയ്ക്ക് എം ജെ അങ്കിൾ നമ്മളടുത്ത് പറയുന്ന ഓർക്കുന്നുണ്ടോ? അപ്പൊ അവരുണ്ടായിരുന്നെ നമുക്ക് പോയി ചോദിക്കായിരുന്നു എന്തിനാ അവിടെ ഈ സാധനം വെച്ചു. അപ്പൊ അനുഷ്കിന് കിട്ടിയൊരു ഗോൾഡൻ ചാൻസാ. ഇപ്പൊ വേണേ എം ജെ അങ്കിൾ എന്തിന് ഈ സാധനം അവിടെ കൊണ്ടുവച്ചു. അതിലെല്ലാം ഉണ്ട്. ശ്രീലങ്ക തൊട്ടിലൊക്കെ എന്തിനാ അങ്ങനെ വെച്ചതെന്ന് ചോദിക്കേ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും ചില ടഫ് സംഗതികളൊക്കെ വരുമ്പോ, അതായത് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വരുമ്പോ ആർക്കെങ്കിലും പാടാൻ വിധത്ത് കമ്പോസ് ചെയ്യണ്ടേ എന്നൊക്കെ അയ്യോ, പാടാൻ പറ്റുന്ന പോലെ കമ്പോസ് ചെയ്യണ്ടേ എം ജെ സാറേ? മാപ്പാക്കണം. യെസ്. അപ്പൊ അനുഷ്ക്, എനിക്ക് മൊത്തത്തിൽ തോന്നിയത് ബ്രെത്ത് എടുക്കാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ബ്രീത്ത് എടുക്കാൻ കഷ്ടപ്പെടുമ്പോ എന്ന് പറഞ്ഞാൽ വരികളുടെ അവസാനം എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഷെയ്ക്കി ആവുക വോയിസ്. പിന്നെ എനിക്ക് തോന്നിയത് ഓവറോൾ നല്ല ടെക്നിക്കലായിട്ടാണ് പാടിയത്. കുറച്ച് എന്താ പറയാ, സംഗതികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് പാടി. അപ്പൊ അതിന്റെ ആ ഫീല് മൊത്തത്തിൽ ഇങ്ങോട്ട് എത്തിയോ എന്നുള്ളതാണ് എൻ്റെ വേറൊരു ഡൗട്ട്. അപ്പൊ എന്തായാലും എം ജെ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഈ സംശയമൊക്കെ ശരിയാണോ എന്ന് നമുക്ക് എം ജെ സാറിന്റെ അടുത്ത് ചോദിക്കാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൺ ദ ഡോട്ടാണ്, ഇത് സംശയമില്ലല്ലോ. ആരും വെറുതെ ഒന്നും പറയത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മുടെ ക്യാപ്റ്റനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. മധു എന്താ പറയണേ? എൻ്റെ ഒരു വിലയിരുത്തലിൽ ഇത് കുറച്ച് ടഫാണ്, കുറച്ച് ഹെവി ആയിപ്പോയി. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു. അവിടെയൊക്കെ കുറച്ച് പെർഫെക്ഷൻ വരാനുണ്ട്. അത് ഞാൻ എല്ലാം എടുത്തെടുത്ത് പറയുന്നില്ല. ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ സംഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സംഗതികൾ കുറെ ഉള്ളതുകൊണ്ട് തന്നെ ആ സംഗതികളൊക്കെ കറക്റ്റ് പാടണം എന്നുള്ളൊരു ചിന്തയിലാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അത് പാളിപ്പോകരുത്, അത് കറക്റ്റ് ആയിരിക്കണം, ഞാൻ പാടുമ്പോൾ കറക്റ്റ് ആയിട്ട് വരണം എന്നുള്ള അതിങ്ങനെ മനസ്സിൽ കൂടെ ഓടുന്നുണ്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ.
നോ പ്രോബ്ലം. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. താങ്ക് യു സർ. ചില ഭാഗങ്ങളൊക്കെ കേൾക്കാൻ നല്ലതായിരുന്നു. താങ്ക് യു സർ. സാരമില്ല അനുഷ്ക, എന്താ വെച്ചാ ഇതിങ്ങനെങ്കിലും ഈ ഒരു രീതിയിലെങ്കിലും അത് പാടാനായിട്ട് സാധിച്ചില്ലേ, അതിൽ സമാധാനം ഉൾക്കൊള്ളാം. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഈ പാട്ട് പാടാൻ ടഫാണ്, വളരെ ടഫാണ്. കാരണം അതിന് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഇമോഷണൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ അതിന്റെ റിതം കീപ്പപ്പ് ചെയ്യുന്നതിന്റെ കാര്യമുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ടഫ് ജോബാണ് ഇത് പാടുന്നെന്ന് പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇത്തിരി ഹെവിയാണ് ഈ പാട്ട്. ആര്യക്കുട്ടിയും ഇപ്പൊ മധുവും പറഞ്ഞത് കൃത്യമാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിൽ പറയാനുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് ഇരുത്തി പഠിപ്പിക്കേണ്ടി വരും ഇങ്ങനെയാണെന്നുള്ള. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ ഇത് റെക്കോർഡ് ചെയ്ത് ആദ്യമായിട്ട് ഞാൻ ശ്രേയയായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റിനെ കുറിച്ച് പറയാം. കാരണം ഈ പാട്ട് ആദ്യം ഞാൻ പാടാൻ ഉദ്ദേശിച്ചിരുന്നത് സാധന ജിയാണ്, സാധന സർഗം ജിയാണ്. അപ്പൊ സ്നേഹിതനെ എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അവരുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇങ്ങനെ അലിഞ്ഞു പോവും. ശരി, അപ്പൊ മുംബൈയിൽ സ്റ്റുഡിയോ പോയി. അപ്പോൾ സാധന ജി വന്നു. ഷി വാസ് വെരി ഹാപ്പി ആൻഡ് ടെലിങ് മീ ഇത് ആദ്യമായിട്ടാണ് മലയാളത്തിൽ പാടണേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ ഞാനിങ്ങനെ പാട്ടിങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ലിറിക്സ് ചാന്ത് തൊട്ടില്ലേ. അപ്പോ സാധനാജി പറഞ്ഞു ചാന്ത് തൊട്ടില്ലേ. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു ചാന്ത് തൊട്ടില്ലേ. അപ്പോ സാധനാജി പറഞ്ഞു ചാന്ത് തൊട്ടില്ലേ. അപ്പൊ ചാന്തിന് തൊട്ടില്ല കാറ്റു ചാറ്റ് മണ ചെറുമില്ലേ. ഇങ്ങനെ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലൊരു പേടി വന്നു. കാരണം ഇതെങ്ങനെ അതിന്റെ ഡിക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാലും ട്യൂണൊക്കെ ഒരു അസാധ്യമായിട്ട് പാടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ശബ്ദവും നല്ല ശബ്ദം ഇങ്ങനെ ഒഴുകി. അതെ അതെ അതെ. ഞാൻ തമിഴിലെ ഏറ്റവും കൂടുതൽ ഡ്യൂറ്റ് പാടിയിട്ടുള്ളത് സാധനാജിയുടെ ഫ്രം സം അതർ വേൾഡ് ആണ് അവരുടെ ശബ്ദം. അപ്പൊ ചന്ത തൊട്ടില്ലേ ചന്ദനം തൊട്ടല്ലേ കാട്ടൊട്ടിഞ്ഞ ഇങ്ങനെയാണ് പാടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അല്ല, ഞാൻ അവർക്ക് ഡ്യൂ റെസ്പെക്ട് വെച്ചിട്ടാണ്. മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് കുറെ ടഫാണ് നോർത്ത് ഇന്ത്യൻ സിംഗേഴ്സിന് പാടാനായിട്ട്. അപ്പൊ അങ്ങനെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ഈ പാട്ടാണെങ്കിൽ നമ്മൾ ഭയങ്കര അരുമയായിട്ട് ചെയ്ത് ഇഷ്ടത്തോടെ ചെയ്തു വെച്ചിരിക്കുന്നു. അതിന്റെ പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹത്തിന്റെ മകനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇത് നടക്കൂല. അപ്പൊ ഞാൻ വോക്കൽ റൂമിൽ പോയിട്ട് സാധനാജി എടുത്ത് പറഞ്ഞു ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട് മാഡം. അപ്പോൾ അവർ പറഞ്ഞു ഐ തിങ്ക് സോ, അത് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടുഗദർ ഫോർ അനദർ സോങ് അനദർ ടൈം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ഞാൻ മുംബൈയിലാണ് ഈ സ്റ്റുഡിയോയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ എഞ്ചിനീയർ അയാൾ പറഞ്ഞു നമുക്ക് ശ്രേയ ഘോഷലിനെ വിളിച്ചാലോ. അപ്പം ഞാൻ ഈ മുൻപേ വാ എന്നൻപേ വാ ആ പാട്ട് കേട്ടിട്ടുണ്ട്. പിയോ ബോലി പിയോ ബോലി അത് കേട്ടിട്ടുണ്ട്. വിട പറയുകയാണു ആൽഫിയുടെ പാട്ടുണ്ട്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമില്ല, നിങ്ങൾ ഒന്ന് വിളിച്ചു തന്നാൽ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ എഞ്ചിനീയർ ആദ്യമായിട്ട് ശ്രേയ ഘോഷലിനെ വിളിക്കുന്നത്. അങ്ങനെയാണ് ശ്രേയ സ്റ്റുഡിയോയിൽ വരുന്നത്. അങ്ങനെയാണ് ശ്രേയ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇതിൽ 2 പാട്ടുകളുണ്ട്. ഈ ചാന്ത് തൊട്ടിലുണ്ട്, പിന്നെ മധുരം ഗായത്തി മീര. അപ്പൊ ഈ 2 പാട്ടാണ് പാടേണ്ടത്. അപ്പൊ 2 കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 2 കേൾപ്പിച്ചു. അപ്പൊ ശ്രേയ പറഞ്ഞു ഇതിപ്പോ പാടാം, ഈ ചാന്ത് തൊട്ടിലെ ഉടനെ പാടാം, പക്ഷെ മധുരം ഗായതി എനിക്ക് ഒരാഴ്ച വേണം, എനിക്ക് പഠിച്ചിട്ട് വന്നിട്ടേ പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആണ് ഈ പാട്ട് പാടുന്നത്. അത് ഹാർഡ്ലി ടുക്ക് അബൌട്ട് 1.5 hours ടു ഫിനിഷ് ദിസ് സോങ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും മധുരം ഗായതി മീര എന്നുള്ള പാട്ടിന്റെ ലിറിക് ഉൾപ്പെടെ എല്ലാം കാണാതെ പഠിച്ച് കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ടും വളരെ പെട്ടെന്ന് പാടിയതാണ്. അപ്പൊ ഒരു വലിയ ഒരു ആർട്ടിസ്റ്റാണ് അവര്. തീർച്ചയായിട്ടും അവിടുന്ന് ഇങ്ങോട്ട് എത്ര നല്ല പാട്ടാണ് അല്ലേ. അപ്പൊ അങ്ങനെ കുറച്ച് ലോങ് സ്റ്റോറി ആയിപ്പോയി. പക്ഷെ ബ്യൂട്ടിഫുൾ സ്റ്റോറി, കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി. അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അനുഷ്കിന്. എങ്ങനെയാണ് ഓരോ അവസരം ഓരോ ആൾക്കാർ തമ്മിൽ മീറ്റ് ചെയ്യാനും അവരുടെ ഒരു സംഗീത ജേർണി തുടങ്ങാനും ചിലതൊക്കെ എൻഡ് ചെയ്യാനും ഒക്കെയുള്ള റീസൺസ് പലതും നമുക്ക് ജീവിതത്തിൽ പല രീതിയിൽ കാണാൻ പറ്റും. ഇപ്പൊ കുഞ്ഞല്ലേ, ഇപ്പൊ ഈ എക്സ്പീരിയൻസ് ഒക്കെ കൈമുതലായിരിക്കട്ടെ മുന്നോട്ട് പോകാൻ കേട്ടോ. സോങ് സെലക്ഷൻ വളരെയധികം ശ്രദ്ധിക്കണം. അത് MJ അങ്കിളുടെ പാട്ടാണോ അല്ലെങ്കിൽ വേറെ ആരുടെ പാട്ടാണോ എന്നുള്ളത് പ്രശ്നമല്ല, അനുഷ്കിന് പാടാൻ പറ്റണം എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെക്കട്ടെ, ഇന്റലിജന്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അനുഷ്ക കുട്ടി, അപ്പൊ ഇന്നത്തെ മാർക്ക് കുറച്ച് കുറവാണ്, അറിയാലോ, മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് കിട്ടിയിട്ടുള്ള മാർക്ക് 96 out of 100 ആണ്. താങ്ക് യു സർ.
അനുഷ്കക്കുട്ടി, ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് പറ്റുന്ന ഒരു പാട്ടുമായിട്ട് നല്ലോണം പഠിച്ചു തരും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ. താങ്ക് യു. ബൈ. ബൈ. എം ജെ അങ്കിൾ, ഇനി എം ജെ അങ്കിളുടെ കുട്ടുമണിയുടെ വരവാണ്. കാമായിട്ടുള്ള പക്ഷേ സെൽഫ് ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു കുട്ടുമണിയാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുട്ടുമണി കുട്ടൻ ഓൺ സ്റ്റേജ്. ഹലോ. ഇതാര്? യെസ്, കുട്ടുമണി അടിപൊളി കോസ്റ്റ്യൂം ആണല്ലോ. കമ്പാക്ക് ആണോടാ? അതെ അതെ. ഞാനും വെള്ള പാന്റ് ആണല്ലോ ഇട്ടേക്കണേ. ആ കൊള്ളാലോ, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. താങ്ക് യു. മിടുക്കൻ. അപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് വന്നിരിക്കുന്ന കുട്ടുമണി കുട്ടൂസ് എന്താണെന്ന് പാടാൻ പോകുന്നത്? എവർഗ്രീൻ റൗണ്ട്. എവർഗ്രീൻ റൗണ്ടിൽ ഏതാണ് പാടാൻ പോകുന്നത്? സ്വർഗം താണിറങ്ങി വന്നത്. ഓഹോ, സ്വർഗം താഴത്തേക്ക് കൊണ്ടുവരുമോ? കൊണ്ടുവരും. കമ്പാക്ക് അല്ലേ? ആ ശരിയാണല്ലോ, കംബാക്ക് ആണ്. എം ജെ അങ്കിൾ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? കമ്പാക്ക് കേൾക്കാൻ വേണ്ടിട്ട്. ബാക്കി ഡീറ്റെയിൽസ്. ഇയർ 1976. മൂവി വനദേവത. ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സർ. പാടിയത് കെ ജയേശുദാസ് സർ. മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ. അല്ല, ഇവര് മ്യൂസിക്കും ലിറിക്സ് ചെയ്തതിനു ശേഷമല്ലേ ദാസേട്ടൻ പാടുള്ളൂ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കംബാക്ക്. കൊള്ളാം. നൈസ് 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 വെരി നൈസ്. താങ്ക് യു. ഫോറസ് വെരി ഗുഡ്. താങ്ക് യു സർ. ആഹാ കൊള്ളായിരുന്നല്ലേ. താങ്ക് യു. എം ജെ സാറ് പറയുന്ന പോലെ ഇത്തവണ എല്ലാം ഞാൻ ആസ്വദിച്ചങ്ങ് പാടി. അത് നമുക്കൂടെ തോന്നണ്ടേ? കാണിച്ചില്ല ഞാൻ. തോന്നിച്ചോ? തോന്നിയോന്ന് ചോദിച്ചാ ചെറുതായിട്ട് തോന്നി. ചെറുതായിട്ട് തോന്നി. ആ അല്ല കുട്ടുമണിക്ക് എന്ത് തോന്നുന്നു? അപ്പൊ വലുതായിട്ട് എനിക്ക് പാടണം. തോന്നുന്നു ഞാൻ നന്നായിട്ട് പാടിയെന്നാ. ആണല്ലേ? നന്നായിട്ട് പാടിയെന്നാണോ തോന്നുന്നത്? അത്ര നന്നായിട്ട് പാടിയോ? പാടി. പാടിയോ? ഒന്ന് പാടി. മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയേ. നീ പാടിയോ? ഞാൻ പാടി. സ്വന്തം ഒന്ന് മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. ഞാൻ പാടി. ആണോ? ഉറപ്പാണ് അവന്. ഉറപ്പാണ്. അവന് അപ്പൊ 100% ഉറപ്പാണ്. അപ്പൊ നന്നായി പാടി. എന്നാ പിന്നെ നന്നായി പാടി. നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി. താങ്ക് യു. ശരിക്കും ഒരു കംബാക്ക് ആയിരുന്നു. താങ്ക് യു. യെസ്. ദ കംബാക്ക് മാൻ ഓഫ് Thank ടോപ്പ് സിംഗർ. you. Thank വെരി you. ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഈ കുളിരലകളിൽ ഒഴുകി വരൂ നീ, കുളിരലകളിൽ ഒഴുകി വരൂ നീ, ഓഹോ ഹോ ഓഹോ ഹോ ഓഹോ ഹോ. കൊള്ളായിരുന്നല്ലേ? അതെ. കൊള്ളായിരുന്നു. ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്റെ കോൺഫിഡൻസ് ആണ്. യു വെർ കോൺഫിഡന്റ്. Yes, 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 yes. ആ കോൺഫിഡൻസ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ പാട്ട് പാടിയപ്പോ അത് മുഖത്തുണ്ടായിരുന്നു കോൺഫിഡൻസ്. അതെ. ഈ അനുപല്ലവിയുടെ എൻഡിൽ ഇങ്ങനെ തന്നെയാണോ എന്റെ എങ്ങനെയാ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാടിയ പോലെ തന്നെയാണോ? അത് കഴിഞ്ഞ് അവിടെ ഒരു സൈലൻസ്, അത് കഴിഞ്ഞിട്ട് ഓർക്കസ്ട്ര. അവിടെ ഒരു സൈലൻസ് ഉണ്ടായല്ലോ. അവിടെ ഓഹോഹോ ഇല്ല. അവിടെ ആക്ച്വലി ഓഹോഹോ ഇല്ല. പിന്നെ അവിടെ സൈലൻസ് ആണ് ശരിക്കും പറഞ്ഞത്. അവിടെ പിന്നെ എന്ത് സംഭവിച്ചു? അവിടെ എന്തോ ഒരു ബീജി ഉണ്ടായിരുന്നു. അത് ഞാൻ എനിക്കറിയത്തില്ല, അത് കൂടെ കേട്ടില്ല ഞാനത്. ഉണ്ടായിരുന്നോ? അതെങ്ങനെയാണ് സുഷി? അവിടെ ഒരു മാനുവൽ ലിങ്ക് ഒരു മിനിറ്റ്. അതിന്റെ ടോണ് മാറിപ്പോയി. അപ്പം ചേഞ്ച് ആയപ്പം രണ്ടുപേർ കേട്ടില്ല, പുറത്തേക്ക് കേട്ടില്ല. ഓ ലാസ്റ്റിലേക്ക് അതാണ്. പക്ഷെ മോൻ കറക്റ്റ് ആയിട്ട് പാടി. കറക്റ്റ് സമയത്ത് പാടിയില്ല. അത് മതി. അത്ര അറിഞ്ഞാ മതി. അപ്പൊ അതിന്റെ പ്രഷർ കേട്ടോ. കറക്റ്റ് ആയി. ഇപ്പൊ പ്ലഷറായി. പ്രഷർ പോയി പ്ലഷറായി. പ്ലഷറായി. പ്ലഷർ. മൈ പ്ലഷർ ടു. My pleasure. പിന്നെ ആ ചരണത്തില് ഓഹോ പാടില്ല. ആ നോട്ട് എന്തോ ഏറ്റവും അവസാനത്തെ ചരണത്തില് അവസാനം കോറസ് ഞാൻ വന്നില്ലേ? ശ്രുതി പിടിച്ച് പാടി. ആ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഒന്ന് പിടിച്ചേ നോക്കട്ടെ. ഓക്കെ. ഇപ്പോഴും പോയി. ഇപ്പൊ പോയി. ഞാൻ അപ്പൊ പാടിയപ്പോ ചിലപ്പോ വന്ന് കാണും. അപ്പൊ ആദ്യത്തെ നോട്ട് ഇതാണ് മാനിത. അതാണല്ലേ? അതാണോ പാടാൻ ആഗ്രഹിച്ചത്? ആഗ്രഹിച്ചത് അതാണ്. എന്റെ കോൺഫിഡൻസിൽ ഞാൻ പാടിയത്. പാടിനോ? എനിക്കിപ്പോഴും ഒരു സംശയം ഇല്ലാതില്ല കേട്ടോ. ഇതില് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതൊന്നും അല്ല. ഞാൻ മെയിൻ ആയിട്ട് പറയാൻ വന്നത് ഈ സ്വർഗം താണിറങ്ങി വന്നത്, സ്വർഗം ഇവിടെ മണ്ണിൽ വന്നോന്നാണ്. അപ്പൊ ഭയങ്കര ജോയുടെ ഒരു എക്സ്റ്റസി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആനന്ദം, അത്യാനുഭൂതി, പരമാനന്ദം. അപ്പോ നീ ഫസ്റ്റ് പല്ലവിൽ പാടിയതിൽ എനിക്ക് കുറച്ച് സങ്കടം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ഒരു ഡൈനാമിക് ആയിട്ട് പാടിയ, കുറച്ചും കൂടെ ആനന്ദത്തിൽ പാടിയ ഒരു സജഷൻ ആണ്. സ്വർഗം താണിറങ്ങി വന്നതോ ഈശ്വരന്റെ സൃഷ്ടിയിൽ അതിനെന്താണ് സങ്കടം? അത് വേണ്ട, അത് സങ്കടാണ്. ഓപ്പൺ ആയിട്ട് പാട്. ഈശ്വരൻ അത് ഓപ്പൺ പാട്. ഇവിടെ തൊട്ട് ഓപ്പൺ പാട്. സ്വർഗം താണിറങ്ങി വന്നതോ. ഇങ്ങനെ വേണം. ഓക്കേ. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫീൽ വന്നേനെ. ഒരു ചെറിയ കാര്യമാണേ. അതൊക്കെ ഞാൻ കണ്ണടച്ചു. ക്യാപ്റ്റൻ കണ്ണടച്ചോ? ഞാനും നോട്ട് ചെയ്തു ഇതെല്ലാം കേട്ടോ. കണ്ണടക്കണേന്ന് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് മധുചേട്ടനും ഞാനും എൻജി സാറും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അവസാനം അറിയാം നമ്മൾ കണ്ണടച്ചോ തുറന്നോ എന്നുള്ളത് അറിയാം കേട്ടോ. എന്തായാലും കുട്ടുമണിക്കുട്ടന്റെ ശബ്ദത്തിന്റെ റേഞ്ച് അപാരമാണ്. ആ മേളിലേക്ക് പാടുന്ന പോർഷനൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. വെരി ക്ലിയർ,
ഒരു Thank you, ഒരു ചേച്ചി. പൊടിപ്പോ ഒരു പൊടി പോലും അതിന്റെ മേളിലില്ല. പൊടിപ്പോ, അത്രയും തൊങ്ങലോ? പൊടി പോലും അതിന്റെ മേളിൽ. അത്രയും ക്ലീൻ ആയിട്ടാണ് ആ മേളിൽ പാടുന്ന പോർഷൻസ് ഒക്കെ നല്ല രസത്തിൽ വന്നിട്ടുണ്ട്. താങ്ക് യു കേട്ടോ? ചേച്ചി. അത് അത് ഫുൾ ത്രോട്ട് വെച്ച് നല്ല ബ്രെത്ത് സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ കുട്ടുമണി അത് പാടിയിട്ടുള്ളത്, വിച്ച് ഇസ് അമേസിങ്. വെരി ഗുഡ് ചേച്ചി. താങ്ക് യു. എനിക്ക് 1-2 സ്ഥലത്ത് ശ്രുതി പോയ പോലെ ഫീൽ ചെയ്തു. അനുപല്ലവിയുടെയും ചരണത്തിന്റെയും ഫസ്റ്റ് ലൈനിലത്തെ സെക്കൻഡ് റിപ്പീറ്റ് വരുന്ന ഭാഗത്ത് പൂവിനൊരു ചാഞ്ചാട്ടവും മടിയിൽ വെച്ച മേഘങ്ങൾ, ഈ 2 ഭാഗത്തും ഒരുപോലെ ശ്രുതി കുറച്ച് പ്രശ്നം ഒരേപോലെ ഒരേ സ്ഥലത്ത് കുറച്ചൊരു പ്രശ്നം പറ്റിയ പോലെ ഫീൽ ചെയ്തു. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ ബാക്കി ആ മേളിൽ പാടുന്ന പോർഷനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും മിടുക്കനാണ്. ഉഗ്രൻ കോസ്റ്റ്യൂം, ഉഗ്രൻ പ്രസന്റേഷൻ, നല്ല കോൺഫിഡൻസ്, നല്ല അടിപൊളിയായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തിനാന്ന് മനസ്സിലായോ? എന്തിനാ? ഈ കംബാക്കിന്. താങ്ക് യു സർ. താങ്ക് യു. മോശമല്ലേ എഴുന്നേറ്റ് ഇത് കൈയടിച്ചില്ലെങ്കിൽ ഈ കംബാക്കിന്? താങ്ക് യു സർ. അതുകൊണ്ടാണ്. ഓക്കെ, ഇന്ന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വന്ന കുട്ടുമണിക്കുട്ടനല്ല ഇന്ന് നമ്മൾ കണ്ടത്. ഇന്ന് കുട്ടുമണിക്കുട്ടൻ ഫുൾ പവറോടെയാണ്. അതെ ആ കോൺഫിഡൻസ് മുഖത്തുണ്ടായിരുന്നു. ഇപ്പോഴും അത് വിട്ടുമാറിയിട്ടില്ല. ഇപ്പോഴും ഉണ്ട്. അല്ല കുട്ടുമണി, ഇത് എവിടുന്ന് കിട്ടും? ഇതിനു വേണ്ടി എന്താ കഴിച്ചത്? ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ആകെപ്പാടെ ഒരു വടയും പിന്നെ കുറച്ച് ചോറുമാണ് ഇന്ന് ഉച്ചക്ക് കഴിച്ചത്. അപ്പൊ ഡെയിലി അത് തന്നെ കഴിച്ചോ? ഓക്കെ, രാവിലെ ഒരു വട, ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കോൺഫിഡൻസ്. യെസ്. അപ്പൊ ഏതായാലും കൊള്ളാം. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇന്ന് പാടിയത്. ഹൈപ്പിച്ചൊക്കെ എന്തൊരു പുല്ല് പോലെയാ പുഷ്പം പോലെയാ പോണേന്ന്. താങ്ക് യു. അപ്പോൾ എനിക്കും പറയാനുള്ളത് അതുള്ളൂ. ആ അനുപല്ലവിയുടെയും ചരണത്തിന്റെയും ഫസ്റ്റ് ലൈനിന്റെ റിപ്പീറ്റേഷനിലാണ് ഈ ഒരു ശ്രുതി പ്രശ്നം വന്നത്. പിന്നെ MJ അങ്കിൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. സങ്കടമൊന്നും വേണ്ട. കോൺഫിഡൻസ് ഉള്ള ആൾക്ക് എങ്ങനെയാ ആ ലൈനിൽ അവസാനം ഒരു സങ്കടം വന്നേ? എന്താ ആലോചിച്ചത് ആ സമയത്ത്? എന്തിനെ പറ്റി ആലോചിച്ച സങ്കടം വന്നേ അവിടെ? ഒന്നിനെ പറ്റി ആലോചിച്ചില്ല. പിന്നെ എന്തിനു സങ്കടം? ഇത്ര കോൺഫിഡൻസ് ഉള്ള ആൾക്ക് അവിടെ മാത്രം ഒരു സങ്കടം വരാൻ കാരണം എന്തോ എനിക്ക് അവിടെ കുറച്ച് ഭാവം കൊടുത്തപ്പോ സങ്കടമായി പോയതാ അല്ലേ? കുറച്ച് ഫീൽ കൊടുത്തപ്പോ അത് ഭാവം കൊടുത്തതാണ്. സാരില്ല, സന്തോഷം വരുമ്പോ നമ്മൾ ആ ഒരു ഫീൽ ഇല്ലേ, ഭാവം കൊടുത്തതാ. അതെ, അതാണ്. എന്തായാലും ചുരുക്കം പറഞ്ഞ് ഇന്ന് പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, കംബാക്ക് ഒക്കെ ഓക്കെ. ഇനി തിരിച്ചു പോകരുത്. ഇല്ല, അത് പോയില്ല. ഗോയിങ് ബാക്ക് ആവരുത്. ഓക്കെ, ശരി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മാർക്ക് കൊടുക്കോ? പറയട്ടെ, കോൺഫിഡൻസോട് കൂടെ പറയണം MJ സർ. ഈ വരുന്നില്ല, മാർക്ക് അവിടെ വരുന്നില്ല. തൊണ്ടയിൽ കുടുങ്ങിയിരിക്കും. കം ബാക്ക് വരട്ടെ. 98.5 ഫുള്ള് വന്നില്ല. അതിലൊരു 0.5 കുടുങ്ങി കിടക്കേണ്ട തൊണ്ടയില്. തുപ്പ് എന്താ സ്റ്റക്കായി കിടക്കണേ? എത്ര സ്റ്റക്കായി കിടക്കണേ? അതാണ് സ്റ്റക്കായി കിടന്നത്. ഈ കംബാക്ക് നടത്തിയതുകൊണ്ട് കുട്ടുമണിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ആര്യ ചേച്ചി, വെൽക്കം. ഓക്കെ, ആര്യല്ലാതെ ഹാരെ. കുട്ടുമണിക്കുട്ടാ, എന്തോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ കംബാക്ക്. താങ്ക് യു. ഇത്രയും നല്ലൊരു കംബാക്കിന് പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ്. ഇതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് ഞങ്ങൾക്കും വളരെ സന്തോഷം. താങ്ക് യു. കിൻഡർ ബോക്സിന്റെ ഒരു അടിപൊളി ഉടുപ്പാണ്. ഇത് അടുത്ത പെർഫോമൻസിന് കൊണ്ടുവരണം. സജ്ജി കൊണ്ടുവരാനല്ല, ഇട്ടുകൊണ്ട് വരണം. യെസ്, ഓക്കെ. താങ്ക് യു ആര്യ ചേച്ചി. താങ്ക് യു. ബൈ ബൈ. ടാറ്റാ.